ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഒരാഴ്ചക്കിടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോവുകയോ ചെയ്ത 27 കപ്പലുകളെ അമേരിക്കൻ നാവികസേന തിരിച്ചയച്ചതായി റിപ്പോർട്ട്. ഇറാനിയൻ പതാക വഹിക്കുന്ന കപ്പലുകളെയോ ഇറാനെ സഹായിക്കുന്ന മറ്റ് കപ്പലുകളെയോ എവിടെ വെച്ചും പിന്തുടരുമെന്ന് US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ അറിയിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ കപ്പലുകളുടെ നീക്കം അമേരിക്കൻ സൈന്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഉപരോധം ലംഘിച്ചുകൊണ്ട് കടന്നുപോകാൻ ശ്രമിച്ച MV ടൗസ്ക എന്ന ഇറാനിയൻ ചരക്ക് കപ്പലിനെ അമേരിക്കൻ സൈന്യം ഒമാൻ ഉൾക്കടലിൽ വെച്ച് തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ സേനയുടെ ആവർത്തിച്ചുള്ള റേഡിയോ മുന്നറിയിപ്പുകൾ കപ്പലിന്റെ ക്യാപ്റ്റൻ അവഗണിച്ചതോടെ യുദ്ധക്കപ്പലായ USS പ്രൂവൻസ് ഉപയോഗിച്ച് ഈ കപ്പലിനെ തടയുകയായിരുന്നു. MK-45 ഡെക്ക് ഗണ്ണിൽ നിന്നും വെടിയുതിർത്ത് ആ കപ്പലിന്റെ പ്രവർത്തനം തകരാറിലാക്കിയാണ് കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തത്. നാവിക ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം അമേരിക്ക പിടിച്ചെടുത്ത ഈ കപ്പൽ ചൈനയിൽ നിന്നും ഇറാനിലേക്ക് മിസൈലുകൾക്കുള്ള ചില രാസവസ്തുക്കൾ കയറ്റിക്കൊണ്ടിരുന്നതാണെന്നും അമേരിക്കൻ റിപ്പബ്ലിക്കൻ നേതാവ് നിക്കി ഹാലി അവകാശവാദം ഉന്നയിച്ചു. ഈ വാരാന്ത്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്ക പിടിച്ചെടുത്ത കപ്പൽ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പോയതായിരുന്നു. മിസൈലുകൾക്കായുള്ള രാസ കയറ്റുമതിയുമായി ഇതിന് ബന്ധമുണ്ട്. കപ്പൽ നിർത്താൻ ആവർത്തിച്ചുള്ള ഉത്തരവുകൾ അവർ നിരസിച്ചു എന്നും ഹാലി ട്വീറ്റ് ചെയ്തു. ഈ വാരാന്ത്യത്തിൽ ഒമാൻ ഉൾക്കടലിൽ നിന്ന് പിടിച്ചെടുത്ത MV ടൗസ്ക ചൈന പതിവായി സന്ദർശിക്കുന്ന ഒരു കപ്പലുകളിൽ പെട്ടതാണെന്നും കഴിഞ്ഞ 6 ആഴ്ചകൾക്കുള്ളിൽ ഇതേ കപ്പൽ 2 തവണ ചൈന സന്ദർശിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ കപ്പൽ ഒമാനിലേക്ക് കൊണ്ടുപോകണോ അതോ ഇറാനിയൻ തുറമുഖത്തേക്ക് പോകാൻ അനുവദിക്കണോ എന്ന കാര്യത്തിൽ പരിശോധനയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുക്കും. കപ്പലിലെ ജീവനക്കാരെ ഉടനെ തന്നെ ഇറാനിലേക്ക് തിരിച്ചയച്ചേക്കുമെന്നാണ് വിവരം. അതേസമയം ഈ കപ്പൽ തടഞ്ഞതിനെതിരെ ഇറാൻ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ക്രിമിനൽ നിയമവിരുദ്ധ നടപടി എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. കപ്പലും ജീവനക്കാരെയും ഉടൻ വിട്ടുനയക്കുമെന്ന് ആവശ്യപ്പെട്ട ഇറാൻ അല്ലാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെയുള്ള ഉപരോധം നീങ്ങുന്നവരെ ഇസ്ലാമാബാദിൽ നടക്കുന്ന 2ാം ഘട്ട ചർച്ചകളിൽ അമേരിക്കയുടെ ഒപ്പം ചേരില്ലെന്ന് ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഒരു കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം മാത്രമേ ഉപരോധം പിൻവലിക്കൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അമേരിക്ക ഇറാൻ വെടിനിർത്തൽ വ്യാഴാഴ്ച രാവിലെ അവസാനിക്കും. മറ്റൊരു കരാറും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണയുമായി പോവുകയായിരുന്ന ജഗ് അർണവ്, സാൻമാർ ഹെറാൾഡ് എന്നീ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധത്തിൽ പ്രതിഷേധിച്ചാണ് ഇറാൻ ഈ പ്രദേശത്ത് വഴി പോകുന്ന കപ്പലുകളെ തടയാൻ തുടങ്ങിയത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാത തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഇറാൻ ഈ നീക്കം നടത്തിയത്. ഈ പാത വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് നിയമവിരുദ്ധമായി ചുങ്കം ഈടാക്കാനും അവർ ശ്രമിച്ചിരുന്നു. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത്. ഭാഗ്യവശാൽ കപ്പലുകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതല്ലാതെ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരം പ്രകോപനങ്ങൾ ആവർത്തിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ ഇറാനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് കപ്പലുകൾക്ക് ഹോർമുസിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനെ തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇറാനുമായി ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം കപ്പലുകൾക്കും ജീവനക്കാർക്കും നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ രാജ്യം വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം ഹോർമുസ് ജലപാത ഇറാന്റേത് മാത്രം സ്വത്തല്ലെന്നും അതൊരു അന്താരാഷ്ട്ര ജലപാത ആണെന്നും ചൈനയും പറയുന്നു. ഹോർമുസിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന ഇറാന്റെ വാദത്തെ തള്ളിക്കൊണ്ടാണ് ചൈനയുടെ ഈ നീക്കം. ഫെബ്രുവരിയിൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഷീ ജിൻപിങ് നടത്തുന്ന ആദ്യത്തെ സുപ്രധാന ഇടപെടലാണത്.